എനിക്ക് വലിയ വണ്ടി, കാരണം ഞാൻ ഇച്ചിരി സൈസ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ വണ്ടി വേണമെന്ന് ആഗ്രഹമായിരുന്നു. എനിക്ക് BMW ഭയങ്കര ഇഷ്ടമാണ്. BMW എന്ന ബ്രാൻഡ് നെക്സ്റ്റ്. നീ സ്വന്തമായിട്ട് വാങ്ങിയ BMW ആണോ സജിനെ? നീ ഇനി ആ BMW വാങ്ങിയപ്പം ആ പ്രിയോണ്ട് ഷോറൂമുകാർക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക്, ഓണർക്ക് നിനക്ക് കൈമാറി, താക്കോല് കൈമാറി തന്ന ആ വ്യക്തിക്ക് നീ കാശ് കൊടുക്കാനുണ്ടോ സജിനെ? ഇനി കാശ് കൊടുക്കുന്നതും പോട്ട്, അതിനപ്പുറം വന്നിട്ട് നീ അയാളെ ജയിലിൽ കയറ്റിയോ സജിനെ? ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് നിന്റെ എത്രയോ പവൻ സ്വർണം അങ്ങേര് ബാഗിലെന്ന് എടുത്ത് എന്നൊക്കെ പറഞ്ഞ് നീ വേറെയും കേസ് കൊടുത്തു ആ പാവം വ്യക്തിക്കെതിരെ. നീ കുറെ പറയേണ്ടി വരും സജിനെ. സജിനെ സജിനെ സുഖമാണോ? കുറെ കാലമായി പൂക്കുറ്റിയിലെ കേസിന് ശേഷം ഇപ്പോഴാണ് വീണ്ടും കാണുന്നത്. എന്തായാലും എല്ലാവർക്കും നമസ്കാരം. കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സജിന നൂർ തന്നെയാണ് വീണ്ടും ഉള്ള വിഷയം. ഇത് വേറെ വിഷയമാണ്. ഒരു പാവപ്പെട്ട മനുഷ്യനെ നല്ല ഒന്നാന്തരമായിട്ട് മൂഞ്ചിച്ചിരുത്തിയ ഒരു വിഷയമാണ് നമ്മൾ ഇനി അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഒന്നുകൂടി കേട്ടെ, 2 പ്രാവശ്യം ഇരിക്കട്ടെ, കാരണം 2 നമസ്കാരം വേണം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഇന്നലെ ഓൺലൈൻ മീഡിയാസിൽ ഒരുപാട് ബൈറ്റുകൾ, ഈ പറയുന്ന സജിനയുടെ ബൈറ്റുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു കാണും. പ്രത്യേകിച്ച് സജിന BMW ഇറങ്ങിയ ഒരു ബൈറ്റാണ്. അപ്പോൾ സ്വന്തം കാശ് കൊടുത്ത് BMW ഇറക്കി എന്നുള്ളൊരു സാധനമാണ് സജിന പറയുന്നത്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് പൂക്കുട്ടിയുടെ കാശാണോ എന്നുള്ള സെറ്റപ്പിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ചോദിക്കും, ആൾക്കാർ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. അമ്മാതിരി ലെവലിലെല്ലാം കാണിച്ചു കൂട്ടിയിട്ടുള്ള. പിന്നെ പഴയ എന്തായി ഒന്നും ആയില്ലല്ലേ? എന്തായാലും കൊള്ളാം. നടക്കേണ്ടൊക്കെ നടക്കുന്നുണ്ട്. ചെറുക്കട്ട് 3 കോടി അതൊക്കെ എവിടെ കിട്ടിയ തന്നാ വാങ്ങിച്ച എന്തൊരായോ എന്താ അതൊക്കെ ഒരു അരുവ എങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ പുതിയൊരു വിവാദത്തിലായിട്ടാണ് അടുത്ത് പോയി ചാടിയിരിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ BMW ഇറക്കിയിരിക്കുകയാണ്. BMW ഇറക്കാൻ വേണ്ടിയിട്ട് കാശ് എവിടെ നിന്നാണ്? ഓക്കെ, കാശ് നിൻ്റെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിൻ്റെ നീ പൂക്കുട്ടിയുടെ അച്ഛൻ്റെ വാങ്ങിച്ചത് എന്തായാലും തേങ്ങ ആയിക്കൊണ്ട് വിട്ട് മാങ്ങേരേക്ക് അതുകൊണ്ട്. പക്ഷേ നീ BMW കാർ വാങ്ങിയ വ്യക്തിക്ക് നീ കൊടുക്കാനുള്ള മുഴുവൻ കാശ് കൊടുത്തോ? നിനക്ക് വേണ്ടിയിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്, കാർ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ആ വ്യക്തി വന്നതും പോയതും ഏതാണ്ട് കുറെ മാസത്തോളം വേറൊരു ഫ്രണ്ടിന്റെ കാർ റെന്റിനെടുത്ത് ഡെയിലി 600 രൂപ വെച്ചിട്ട് എത്രയും മാസത്തോളം അയാൾ റെന്റ് കൊടുത്തതും ഒക്കെ ആയിട്ട് കുറെ കണക്കുകൾ അങ്ങോട്ട് പറയേണ്ടി വരും സജിന. കണക്കുകളൊന്നും ശരിയാവത്തില്ല. ആ വ്യക്തിയെ നീ ജയിലിൽ കയറ്റി, കള്ള കേസ് കൊടുത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും സജിന. ഇത് ആ പൂപ്പ കേസല്ല. നീ ഇതെന്തൊക്കെ ഭാവിച്ചിട്ടാണ് ഇറങ്ങിത്തിരിക്കുന്നത്? ഓരോ പാവങ്ങളെ നെഞ്ചത്ത് കഞ്ഞൂടി മുട്ടിക്കാനായിട്ട് നീ ലോറി ഒട്ടിച്ചുകൊണ്ട് നടക്കുന്ന. എന്തായാലും സജിന നൂറിന്റെ വീഡിയോയിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. ആരംഭിച്ചട്ടെ. ഞാൻ ഇത്തിരി സൈസ് ഉള്ളതുകൊണ്ട് മാഷാള്ള എനിക്ക് വലിയ വണ്ടി വേണമെന്നായിരുന്നു. എനിക്ക് വലിയ വണ്ടി വേണമെന്ന് വച്ചിട്ടാണ് ഞാൻ എന്താ വലിയ വണ്ടിയിൽ വന്നിരിക്കുകയാണ്. നീയേ ഒരു വണ്ടി, ഇനി വേറൊരു വണ്ടിയാ പറ. ഓ, എൻ്റെ ഫസ്റ്റ് കാറാണ്. എൻ്റെ ഫസ്റ്റ് കാറ് BMW. ആണോ? 3 കോടിയല്ലേ. BMW പോയിട്ട് റോൾസ് റോയ്സ് വേണമെങ്കിലും എടുക്കാം. പക്ഷേ BMW വാങ്ങിച്ചിട്ട് നീ അങ്ങനെ കൊടുക്കാനുള്ള കാശ് മൊത്തം കൊടുത്താ? ആദ്യം കൊണ്ട് കാശ് കൊടുക്കടി, എന്നിട്ട് വായ്ത്താളം അടിക്കും. കണ്ടവന്മാരെ മൂഞ്ചിച്ചൊരു കാറ് വാങ്ങിച്ച് വെച്ചിട്ട് അത് വന്ന് വായ്ത്താളം അടിച്ചങ്ങ് വിടുക. ഓക്കെ, നിയമം കോടതിയൊക്കെ ചിലപ്പോൾ നിന്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. കാരണം ആ വ്യക്തി നിന്നെ വിശ്വസിച്ച് തന്നതായിരിക്കാം മേ ബി. ഓക്കെ, എന്തായാലും ഇതിന് ഉത്തരം പറയേണ്ടത് നീയാണ്. ഈ ആരോപണം നിനക്കെതിരെ വരുന്നത് ഉള്ളതാണോ ഇല്ലാത്തതാണോ? സജിന ഇത് തെളിയിച്ചേ പറ്റത്തുള്ളൂ. ഇത് ഞാൻ പറഞ്ഞുണ്ടാക്കിയ ആരോപണമൊന്നുമല്ല. ഓക്കെ, ആ വ്യക്തിയോട് പേഴ്സണലി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് എൻ്റെ നമ്പറിൽ എന്നെ കോൾ ചെയ്ത് കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സജിന നൂർ വെള്ളം കുടിക്കും. അയ്യോ, നീ സെഡാനും റോൾസ് റോയ്സും മറ്റേ XUV ടൈപ്പും എല്ലാം എടുത്തോണ്ടിരിക്കും. എല്ലാം എടുക്കും, നിരത്തി എടുക്ക്. എന്താ അവസ്ഥയുടെ. ഈ വീഡിയോയുടെ താഴെ വന്ന കമന്റ് ഞാനൊന്ന് വായിക്കാം. അൻവർ PMA കാർസ്, അവരാണ്. PMA കാർ എന്ന് പറയുന്ന ഒരു ടീമാണ്. അവർ കോഴിക്കോട് മലപ്പുറം കണ്ടാണ്. അവരാണ് ഇവക്ക് ഈ കാറ് വിറ്റിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന് ഇട്ടിട്ടുള്ള ഒരു കമന്റാണ്. ഈ കമന്റ് ഞാനൊന്ന് വായിക്കാം. വണ്ടി നല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ 8 മാസത്തോളമായി ഈ വാഹനം നിങ്ങൾ വാങ്ങിയിട്ട് ഇതുവരെ അതിന്റെ ഫുൾ കാശ് തന്നിട്ടില്ല.
നിങ്ങളുടെ പേരിലേക്ക് വാഹനം മാറ്റിയിട്ടുമില്ല. ആർക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാകും വാഹനം ആരുടെ പേരിലാണ് എന്ന്. ആ വാഹനം സന്തോഷത്തോടു കൂടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്കിയുള്ള ക്യാഷ് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ഓടിക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ ശാപമുള്ള വാഹനമാണത്. എനിക്ക് കാശ് തരാതെ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയ വാഹനമാണിത്. നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ഒരിക്കലും ആ വാഹനം ഓടിക്കാൻ പറ്റില്ല. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ വാഹനമാണത്. അതിന് മുഴുവൻ പണം തന്നിട്ട് ഇങ്ങനെ സംസാരിച്ചാൽ പോരെ. അതായത് ആ വ്യക്തി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ PMA കാർ എന്ന് പറയുന്ന അവർ ഈ സജിനയ്ക്ക് വിറ്റ കാറാണ്. പക്ഷെ മുഴുവൻ കാശ് കൊടുത്തിട്ടില്ല. വിശ്വസിച്ച് കൊടുക്കുമല്ലോ, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ മൂഞ്ചിക്കുമെന്ന് വിചാരിക്കത്തില്ല. അങ്ങനെ വിശ്വസിച്ച് കൈമാറിയാണ്. 8 മാസത്തോളമായി ഇതിൻ്റെ പിന്നാലെ നടന്ന് കോടതി കേസ് മറ്റതും മറിച്ചത് ജയിലിൽ വരെ പോയി കിടന്നു. ഈ അവസ്ഥയാണ് ഈ വ്യക്തിക്കുണ്ടായിട്ടുള്ള വ്യാജ ആരോപണങ്ങൾ. ഇവളുടെ സ്വർണം അങ്ങനെ അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവളെ ബാഗിൽ സ്വർണ്ണം ഉണ്ട്, എത്ര പവൻ്റെ സ്വർണ്ണം ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ പറഞ്ഞ് അത് കുഴപ്പമില്ല, സ്വർണം പോണെങ്കിൽ പോട്ട്, എത്ര പവൻ്റെ സ്വർണ്ണം. അങ്ങനെയൊക്കെ വെറും നാടകമാണ് കളിച്ചിട്ടുള്ളത്. ആ വ്യക്തിയുടെ ആ ഒരു അവസ്ഥ എനിക്കറിയാം. ഞങ്ങൾ സംസാരിച്ചതാണ് പേഴ്സണലി. ഓക്കെ, വളരെയധികം എനിക്ക് ഒരു വിഷമം തോന്നി. എനിക്ക് ഒരു വണ്ടി മേടിച്ചിട്ട് 8 മാസത്തോളം ഓടി. ഇനി കുറച്ച് നാളും കൂടി ഇവൾ ഇതിട്ട് ഓടിച്ചിട്ട് അതിൻ്റെ പണിയോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തിരിച്ചുള്ള പങ്ങേർക്ക് തന്നെ ഇട്ട് കൊടുക്കും. ഓക്കെ, കാര്യം പിടിയിട്ട് നിങ്ങൾക്ക് BMW ആണ്. അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് കോസ്റ്റ് അത്യാവശ്യം ഹൈ ആണ്. അപ്പോൾ കുറച്ചിട്ട് ഓടിച്ചിട്ട് അങ്ങേരെ വലിപ്പിച്ച് കുറച്ച് നാളിട്ട് വണ്ടി ഓടിച്ച് പിന്നെ നൈസായിട്ട് അങ്ങേർക്കിട്ട് അങ്ങ് തട്ടിക്കൊടുക്കും. മനസ്സിലായ? എന്നിട്ട് അവളടുത്ത് വേറെ വണ്ടി എടുക്കും. അപ്പം അങ്ങേര് തേച്ചതുമായി വണ്ടി ഓടിച്ചതുമായി BMW കിട്ടിയതുമായി. ടീസൊക്കെ എന്തായാലും ഇദ്ദേഹം പറയുന്നത് കള്ളമാണെങ്കിൽ സജിന നൂറ് തെളിയിക്കണം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി PMA കാറിൻ്റെ ഒഫീഷ്യൽ പേജ് ഞാനിവിടെ കൊടുക്കാം. 369K ഫോളോവേഴ്സ് ഉള്ളതാണ്. ഓക്കെ, അവരുടെ കോൺട്രാക്ട്സും ഡീലർഷിപ്പും ഡീലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ വ്യക്തി. ഇദ്ദേഹമാണ് എപ്പോഴും ഇതിൻ്റെ ഓരോന്നൊക്കെ പരിചയപ്പെടുത്തുന്നത്. ഫോർച്യൂണർ, ക്രിസ്റ്റയും ഇന്നോവ എല്ലാം. ഞാൻ ഈ PMA കാർ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ ഇടയ്ക്ക് വണ്ടി നോക്കുന്ന സമയത്ത് ഞാൻ നോക്കുമായിരുന്നു ഇവരുടെ ഒരു പേജ് ഫോളോ ഒക്കെ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇവരെയാണ് മൂഞ്ചി ചണ്ണാക്കി കൊടുത്തിട്ടാണ് സജിന നൂറ് BMW ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. കാണാം. അയ്യോ, ഓ സെയിം. എൻ്റെ ബ്ലൗസും ഏട്ടൻ്റെ ഷർട്ടും സെയിം. മുകേഷ് നായരാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. അങ്ങനെ ഞാൻ ഒന്നും പറയുന്നില്ല, അങ്ങനെ കാര്യം നോക്കിട്ട്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ തോന്നുന്നു? സീരിയസ്ലി ഞാൻ ചോദിക്കും, എങ്ങനെ ഇറങ്ങി നടക്കാൻ തോന്നുന്നു? ഒരു ഉളുപ്പ് സ്വയമേ തന്നെ ഒരു ഗിൽട്ട് ഫീൽ തോന്നുന്നില്ലേ? ഇത്രയൊക്കെ ഏറിപ്പോയി, അതുപോട്ടെ, അതൊരു സൈഡിൽ കിടക്കട്ടെ. എന്നിട്ട് വേറൊരുത്തൻ്റെ പാവത്തിനെ മൂഞ്ചിച്ച് പൈസ പോലും ഫുള്ള് കൊടുക്കാണ്ട് ഒരു കാറ്. നിയമത്തിൻ്റെ വശത്തുനിന്ന് നിനക്ക് സംരക്ഷണം കിട്ടുന്നുണ്ട്. കാരണം വിശ്വസ്തയോട് തന്നത് ആയതുകൊണ്ട് നീ അങ്ങനെ നല്ലോണം വലിപ്പിക്കുന്നുണ്ട്. 8 മാസത്തോളമായി. വല്ലാത്ത അവസ്ഥ. ഒരുത്തനെ മൂഞ്ചിച്ച്. ഇത് പുതിയ പുത്തരിയൊന്നുമല്ല കേട്ടാ. പല കേസിലും പലരും പല രീതിയിലാണ് ഇപ്പോൾ മൂഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അല്ല ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ, അദ്ദേഹം പറയുന്ന കള്ളമാണെങ്കിൽ ഉറപ്പായിട്ട് സജിന ഇത് തെളിയിക്കണം. തെളിയിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയിലെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ നിയമത്തിൻ്റെ വശത്തുനിന്നും നിനക്കായിരിക്കും സംരക്ഷണം കൂടുതൽ. ഓക്കെ, ബാക്കി അയ്യ പോ അയ്യ സെലിബ്രിറ്റികൾ പോകണം. ഈ മുകേഷ് നായരേട്ടൻ്റെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് ഏറിപ്പോകാറുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടുതലായിട്ട് ഏറിപ്പോയില്ല. എനിക്കതേ പറയാനുള്ളൂ. ആണുങ്ങൾക്ക് വേണ്ടി മെൻസ് കമ്മീഷനിലൊക്കെ കയറി നിൽക്കുന്നില്ലേ, വില കളയരുത്. ഉള്ള കാര്യം പറയാം. ഇടയ്ക്കിടയ്ക്ക് കേസ് കാര്യങ്ങൾ അത് വേറെ ലെവലിൽ പോകുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും കൂടുതലായിട്ട് കയറി പോകാതിരിക്കാൻ ശ്രമിക്കുക. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. BMW ഇറങ്ങും. ഇനി വണ്ടി കണ്ടാവുമ്പം കുറേ മെയിൻ്റനൻസ് വരുമ്പം കൊണ്ട് പാവങ്ങൾക്ക് തിരിച്ചിട്ട് കൊടുക്കും. അവന്മാരും മൂഞ്ചി. പിന്നെ 4 നേരം 3 നേരം വെച്ച്. അയ്യോ ലവ്യമ്മ. കുറച്ചെങ്കിലും ഉൾപ്പുണ്ടെങ്കിൽ ആ പാവം വ്യക്തിക്ക് ആ കാറ് തിരിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെ എന്ത് മനുഷ്യരാടോ നിങ്ങളൊക്കെ?
സീരിയസ്ലി ഒരുത്തന്നെ മൂഞ്ചിച്ചിട്ടാണ് നീക്ക് ബലസി നടക്കുന്നത്. BMW എളുപ്പണ്ട. എനിക്ക് ഏമ്പക്കം പറഞ്ഞു ഛർദിക്കാൻ ഓക്കാനിക്കാനായിട്ട്. കൂടെ എന്നാൽ പലരും ഒരു പോയിന്റ് കൈവിട്ടിരിക്കാൻ മറ്റേ പിടിച്ചെറുത്താൻ പറ്റിയിട്ട് ഇതിനെയൊക്കെ പിടിച്ചെറുത്തി കഴിഞ്ഞാൽ വലുവായിപ്പോ. അതുകൊണ്ട് കൈവിട്ടത് തന്നെയാണ് നല്ലത്. എന്തുകൊണ്ട് അതിൽ വേറെ ഒരു ഇത് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എൻ്റെ പൊന്ന് സജിനെ കൊണ്ടുകൂടാ പാവത്തിൻ്റെ വണ്ടി. വലിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അല്ലെങ്കിൽ ആ കാശ് കൊടു. നീ വണ്ടി കൊടുക്കണ്ട, നീ ഇനി ഓട്ടിച്ചാനെ കണ്ടാക്കി മെയിൻ്റനൻസ് ആക്കിയിട്ട് കൊണ്ട് ഇട്ട് കൊടുക്കണ്ട. ആ കൊടുക്കാനുള്ള കാശ് കൊടു. അയാളെ ജയിലിൽ കയറ്റി അകത്താക്കി കള്ള കേസ് കൊടുത്ത് പല രീതിയിലും വലിപ്പിച്ച് പൊതുസമൂഹത്തിൽ വന്ന് പറയാൻ അങ്ങേർക്കൊരു മടി. അതാണ് കമൻറ്റിലൂടെ പറയുന്നത്. എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു, എന്നെ ഒരു കമൻറ്റിൽ മെൻഷൻ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ അക്കൗണ്ട് ശ്രദ്ധിക്കുന്നത്. ഈ ഒരു കമൻറ്റ് ഇട്ടിട്ട് എന്നെ അതിൽ മെൻഷൻ ചെയ്തിരുന്നു. ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ കമൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഓക്കെയോ, ഇതിൽ എന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കണ്ട, അതുൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞ് ഈ വ്യക്തി എന്നെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിത് സംഭവം ശ്രദ്ധിക്കുന്നത് ഇൻസ്റ്റയിൽ. എന്നിട്ട് നോക്കിയപ്പോൾ എനിക്ക് പേഴ്സണലി മെസ്സേജും വന്നു. പിന്നെ ഞാൻ കയറി സംസാരിച്ചതായിരുന്നു സംഭവങ്ങൾ. പിന്നെ കഥകൾ അറിയാൻ സാധിച്ചു. അർഹതയില്ലാത്ത ആൾക്കാർ കൂടെ നിൽക്കാതിരിക്കുന്നതന്നെ നല്ലത്. അത് ദൈവമായിട്ട് അങ്ങനെയല്ല, അർഹതയില്ലാത്ത നിന്നെ പിടിച്ച് കൂടെ നിർത്താത്തതാണ് അവർ. അത് നല്ലതാണ്. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം നിന്നെയൊക്കെ പോലെയുള്ള ഒരെണ്ണത്തിനെ കൂടെ നിർത്തിക്കിരുന്ന് ഞാൻ പിന്നെ സംഭവിക്കുന്ന ചരിത്രം വേറെ ആയിരിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ആരാണ്? പൂങ്കുട്ടിയാ? പക്ഷെ പൂക്കുണ്ടിയാണ് കൂടെ ഉള്ളത്. നല്ല കുണ്ടി. കുറ്റി. ശരി. ആവശ്യമില്ലാത്ത ആൾക്കാരെ ദൈവമായിട്ട് എടുത്തു കളഞ്ഞു. ദൈവത്തിന് ഇപ്പൊ ഇതല്ലേ പണി. ദൈവമായിട്ട് നിന്നെ ഏറി കയറ്റി. നീ എന്താണെന്ന് നാട്ടുകാരെ പറഞ്ഞു. നീ എക്സ്പോസ് ആയി. പക്ഷെ എന്നിട്ടും തൊലിക്കട്ടി സമ്മതിച്ച്. ഏത് വൈറ്റ് വാഷാണ് അടിച്ചിരിക്കുന്നത്? വൈറ്റ് സിമെന്റ് ഏത് കൂടിയതാണ് കേട്ടോ. അമ്മാതിരി തൊലിക്കട്ടി. കാരണം പബ്ലിക്കിൽ ഇറങ്ങി നിന്ന് വീണ്ടും മീഡിയക്ക് ബൈറ്റ് കൊടുക്കാൻ കാണിക്കുന്ന ഈ ഒരു ചങ്കറപ്പ്, അത് തൊലിക്കട്ടി അപാരം തന്നെ. അപ്രിഷിയേറ്റ് യു. എനിക്ക് നല്ലതാന്ന് തോന്നുന്നത്. നെഗറ്റീവ് പബ്ലിസിറ്റി കുറച്ച് നല്ല പബ്ലിസിറ്റി ആയിരിക്കും. അയ്യോ, നെഗറ്റീവ് പബ്ലിസിറ്റി നല്ലതാ. ഗോവിന്ദജാമിക്ക് ഉണ്ട് പബ്ലിസിറ്റി. നെഗറ്റീവ് പബ്ലിസിറ്റിയെ നല്ലതാ. അതുപോലെ തന്നെ ഇപ്പം നിന്റെ അവസ്ഥ. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന വേറൊരു കാര്യം, കുറേ പേരെ ചുറ്റും നിർത്തിയിട്ടുണ്ട്, ചിരിക്കുന്നുണ്ട്, ഇവളെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എനിക്കൊന്നും പെയ്ഡായിരിക്കും. അല്ലാതെ ഇവളേക്ക് കൂടെ ഒന്ന് ആരെങ്കിലും ഫോട്ടോ എടുക്കൂടെ? ആ ഫോട്ടോ എടുത്ത് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യാൻ കൊള്ളാവോ? അങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോസ് മുഴുവൻ പോസ്റ്റ് ആയത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് പെയ്ഡ് PR ടീം എന്തോ വന്ന് എല്ലാവരും കൂടെയൊക്കെ പെയ്ഡ് ആയിട്ട് ആൾക്കാരെ പിടിച്ച് നിർത്തിയിട്ട് ഫോട്ടോ എടുപ്പിക്കുന്നതെന്ന് തോന്നുന്നു. ഇത് ഓൺലൈൻ മീഡിയാസ് എടുത്തിടുമ്പോൾ സജിന ഇപ്പോഴും ബോൾഡ് ആൻഡ് സ്ട്രോങ് ആണ്, അവർക്ക് ഇപ്പോഴും ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന്. കോപ്പിരിക്കുന്നു, തേങ്ങയുടെ അരി ഇരിക്കുന്നു. എന്നെ അറിയാത്ത ആൾക്കാർ പറഞ്ഞു തുടങ്ങി. നല്ല പേരിൽ അറിയുന്നത് ഗോവിന്ദജാമി ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ നല്ല പേരിൽ അറിയപ്പെട്ടത്. അതുപോലെയാണ് ഇപ്പം നിന്റെ അവസ്ഥ. നല്ല പേരിൽ അറിയുന്നത്. റസൂൽ പൂക്കുട്ടിയുടെ അടുത്തുനിന്ന് 3 കോടി ഹണി ട്രാപ്പ്, ഇതൊക്കെയാണ് ഇപ്പോൾ അറിയുന്ന കാര്യങ്ങൾ. നല്ല കാര്യങ്ങളാണ്. ഇപ്പോൾ വേറെ ഒരെണ്ണം കൂടിയാണ്. ഒരു പാവത്തിന് 8 മാസത്തോളമായിട്ട് വലിപ്പിക്കുന്നുണ്ട്. അങ്ങേർക്കൊരു വണ്ടിയുടെ പിന്നാലെ നടന്ന് ഡെലിവറി തന്ന അതിൻ്റെ പിന്നാലെ നടക്കുന്ന നൂലാമാലകളുടെ ഒരു ഘോഷയാത്ര. നിന്റെ പേരിലല്ല വണ്ടി, അദ്ദേഹത്തിൻ്റെ പേരിലാണ് വണ്ടി. നീ നല്ല ഒന്നാന്തരം പ്ലാനിങ്. ഈ വണ്ടി ഓട്ടിച്ച് അതിൻ്റെ മെയിൻ്റനൻസ് ആക്കി അതിനെ വെള്ളത്തിലും ആക്കിയിട്ട് തിരിച്ചുകൊണ്ട് ഇട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ്. അതെനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നിന്റെ പേരിൽ പോലും നീ ആ വണ്ടി ആക്കിയിട്ടില്ല. അത് തന്നെയാണ് ഉദ്ദേശം. ബാക്കി ആ കൊടുക്കാനുള്ള ഭാഗത്തിൻ്റെ കാശ് കൊടുക്കട്ടെ. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ വന്ന് പൊതുസമൂഹത്തിൽ എൻ്റെ പുതിയ BMW എന്ന് പറഞ്ഞു നിന്ന് കൊണയടിക്കുന്നുണ്ട്. കുറച്ച് ഉളുപ്പ് കാണിക്കുക, കുറച്ച് ഉളുപ്പ്. പക്ഷെ അവരെല്ലാരും ഓടി വന്നിട്ട് അത് ഒരിക്കലും എനിക്കതാണ് ഏറ്റവും വലിയ സന്തോഷം. എല്ലാരും വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് മോളെ അങ്ങനെയല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ എങ്ങനെയാണെന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അയ്യോ, ആ പറഞ്ഞവരെ ഇങ്ങോട്ടൊന്ന് വിളിച്ചോണ്ട് പോവാ. ഞാൻ ഒന്ന് കാണട്ടെ, ചോദിക്കട്ടെ ആരായി പറഞ്ഞത്. നീ പറഞ്ഞ ഒരാളൊന്ന് കാണിച്ചടി. ഈ PR പൈസ കൊടുത്തെടുത്തുന്നല്ല, അല്ലാണ്ട് ഒരാളൊന്ന് കാണിച്ച. അങ്ങ് പറഞ്ഞെന്ന് കമന്റ് ബോക്സ് എടുത്ത് നോക്കണമായിരുന്നു. ഘോഷയാത്ര. എന്നിട്ട് നീ മിക്കതും ബ്ലോക്ക് ചെയ്തങ്ങളായി. ബാക്കി നിന്റെ PR. ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് ഇഗ്നോർ ചെയ്ത് കളയത്തോളൂ. വിളിച്ചോണ്ട് നിൽക്കുകയാണ്. അയ്യേ, ഇങ്ങനെ ഓരോ വധൂരികള്. ഞാൻ എന്ത് പറയാനാ ഇനി? ബാക്കി പറ. അപ്പൊ അതല്ല, ഒരു നെഗറ്റീവ് കമന്റ് ചെറുത് വരുമ്പോ തന്നെ നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം ഉറപ്പായിട്ട് ഞാനത് ഭയങ്കര ഒരു ഇവരെല്ലാം സത്യം പറഞ്ഞ ഇവരെല്ലാരും ആയിരുന്നു എന്റെ കൂടെ. തീർച്ചയായിട്ടും അത് അറിയാവുന്നവർക്ക് അറിയാം എന്താണെന്നുള്ളത്. പക്ഷെ
അതെ, എനിക്കറിയാവുന്നവർ എന്നെ അറിയാവുന്നവരടുത്ത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടെന്ന്, മറ്റത് കുണച്ച ബിസിനസ്സാണ്. അതുപോലെയാണ് എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ ആരാണെന്ന്. നിന്നെ അറിയാവുന്നവർ തന്നെയാണ് നിന്നെ കുറിച്ച് പലതും വിളിച്ച് പറഞ്ഞത്. അതാദ്യം മനസ്സിലാക്കി. നിന്റെ കൂടെ തോളി കൈയിട്ട് നടന്ന് നീ അങ്ങോട്ട് അടിച്ച് അണ്ണാക്കി കൊടുത്തപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് അണ്ണാക്കി തന്നവർ. മനസ്സിലായ? അതിപ്പം ദിയാസനായാലും ആരായാലും വേറെ കുറച്ച് പേരൊക്കെ ഉണ്ട്, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല. അവരൊക്കെ വീണ്ടും ഇതിൻ്റെ അകത്തോട്ട് വലിച്ചിടാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഓക്കെ, അതുകൊണ്ട് വലിപ്പീരും ആശ്വാസിപ്പിക്കലും ഒരുമിച്ച് സമ്മതിക്ക മാട്ടേ. എല്ലാം അനുഭവിക്കണമല്ലോ. ഞാൻ അതിനകത്ത് ഇങ്ങനെ ഉയർത്തേണ്ടി. നീ ആര്? യേശു ക്രിസ്തുവാ? ഇജി പോ തള്ളാതെ അമ്മച്ചി. അമ്മച്ചിയുടെ തള്ള. സെൽഫി ലസേക്ക സെൽഫി പോല ഇണയോ ഉമ്മ ഉമ്മ ഉമ്മ. സെൽഫി എടുക്കാൻ ആരാധകരെ അങ്ങോട്ട് ഒഴുകുക. ആരാധകരെ ഒന്ന് ശാന്തരാകുവിൻ. പെയ്ഡ് ബിയർ ആയിരിക്കാം മേ ബി, അല്ലാതെ ഈ ഫോട്ടോന്നോടെ പോച്ചാവുന്ന ഞാൻ കണ്ടില്ല. കാണാം. അയ്യോ എന്താ സ്നേഹം. അല്ല ചേച്ചി, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഫോട്ടോ എടുക്കാമെന്ന് ചേച്ചി എന്ത് കണ്ടിട്ടാണ് ഇതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പോയത്? എനിക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് ചോദിച്ചത്. ഇതെന്ത് വല്ല ഓസ്കാറിന് ഇപ്പോൾ വിലയില്ല, അല്ലെങ്കിൽ ഓസ്കാർ അടിച്ചെന്നെങ്കിലും പറയാം. ഓസ്കാർ അടിച്ചവനെ അടിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അതും പൊട്ട്, ഓസ്കാറിനെ വിലയില്ലാതായിപ്പോയി. ഓസ്കാർ മറ്റേ പൂക്കുട്ടിക്ക് കിട്ടിയ സാധനമില്ലേ, അതിനില്ല, അതിനിപ്പോൾ വിലയില്ല. ആ സെറ്റപ്പിലായി മാറിയിട്ടുണ്ടായിരുന്നു. എത്രയൊക്കെ ഇതുണ്ടെങ്കിലും കാശുണ്ടെങ്കിലും ഫെയിമുണ്ടെങ്കിലും കാര്യമൊന്നുമില്ല. വല്ല ഓടയിലും പോയി കഴിയിട്ടാ നാർത്തേ ഉള്ളൂ. അതാണ് പൂക്കുട്ടിയുടെ അവസ്ഥയായിരുന്നു. ഓസ്കാറിന് പോലും വിലയില്ലാത്ത അവസ്ഥയായിപ്പോയി. എന്തായാലും അയ്യോ ആരാധരേ ശന്തരാക്കുവിൻ. അയ്യോ സ്നേഹം വാരി കോരി ഒഴുകുന്നു. സ്നേഹം തേനല്ല മോഹം തേനല്ല. ഏട്ടൻ മുതലാക്കുവാണല്ലോ ഏട്ടാ. ഏട്ടൻ പെയ്ഡ് ബിയർ ആണെങ്കിലും മുതലെടുപ്പ് നടത്തുന്നുണ്ടല്ലോ സജി. എന്തായാലും ആയിക്കോട്ടെ. പിന്നെ നല്ല പിള്ളേന്നല്ലല്ല. പോട്ടെ. ചേച്ചി പറ. അറിഞ്ഞില്ലേ നേരത്തെ എന്റെ വീഡിയോയിലൊക്കെ ഞാനത് പബ്ലിസിറ്റി പറഞ്ഞു കൊടുക്കുന്നു. നമ്മള് BMW എടുത്തില്ലെന്ന്. നീ എവിടെന്നാ BMW എടുത്ത ഷോറൂം ഒന്ന് പരിചയപ്പെടുത്ത്. കൊടുത്ത ഫണ്ടിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടുത്ത്. എല്ലാം ഒന്ന് വിശദീകരിച്ചു താ. ആ വ്യക്തി എത്ര നാള് അകത്തോണ്ട് നീ ഇട്ട് ഒരു സ്വർണം മറ്റേ ഓർണമെന്റ്സൊക്കെ അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് ബാഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ വ്യക്തി എത്ര നാൾ പിടിച്ചകത്തിട്ട് എന്തൊക്കെ രീതിയിൽ ആ വ്യക്തി ഉപദ്രവിച്ച് കൊടുക്കാനുള്ള കാശ് കൊടുത്തു തന്നിട്ട് ഇല്ല. എന്നിട്ട് ന്യായീകരിക്കണേ BMW. നിനക്കത് പറയാനുള്ള യോഗ്യത ഉണ്ട്, അർഹത ഉണ്ടോ നിനക്കത്? എങ്ങനെ തോന്നുന്നോടാ ഒരുത്തരം മൂഞ്ചിച്ച്, അല്ലെങ്കിൽ ഒരു 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 മൊത്തം അവരുടെ ആ ബിസിനസ്സിനെ മൂഞ്ചിച്ച് ഒരു കാറും പിടിച്ച് കൈക്കലാക്കി വെച്ചിട്ട് എൻ്റെ BMW എന്ന് കോപ്പാണ്. നാണം വേണം മനുഷ്യനായ. ഇവിടെ ഒരു ഓൾട്ട് അല്ലെങ്കിൽ മാരുതി അല്ലെങ്കിൽ പോട്ട് എന്തെങ്കിലും ഒരു സൈക്കിൾ ഉണ്ടെങ്കിലും അത് അന്തസ്സോടെ പറയണം, അത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാണ്, അത് എൻ്റെ വണ്ടിയാണെന്ന് അന്തസ്സോടെ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റണം. അല്ലെങ്കിൽ ആരെങ്കിലും ഗിഫ്റ്റ് തന്നതാവണം. ഓക്കെ, അല്ലാണ്ട് ഒരുത്തനെ മൂഞ്ചിച്ച് എനിക്ക് BMW ഉണ്ട്, ഒരു തേങ്ങയും ഇല്ല. ചാനലിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അല്ല പിന്നെ അപ്പം ഭയങ്കര സന്തോഷം നിങ്ങളെ വീണ്ടും കാണാൻ പറ്റിയില്ല. വീണ്ടും കാണാൻ പറ്റട്ടെ. ഇനി പല വർക്കിലും. എന്താണാവോ വർക്ക്? മിക്കവാറും ബാഹുബലി 3 വിളിക്കും. കട്ടപ്പ അതിനുള്ള പുറകിൽ നിന്ന് കുത്താനും മുന്നിൽ നിന്ന് കുത്താനും സൈഡിൽ നിന്ന് കുത്താനും. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം. തരാം. സ്നേഹിക്കണം. പിന്നെന്ത് വാരി കോരി. നെഗറ്റീവ് കമന്റ്സ് മാത്രം ഇടരുത്. തീർച്ചയായും. അല്ല അത് തന്നെ, അത് അറിയാം. അറിയാം. കഥ അറിയാത്ത ആൾക്കാർ ആട്ടം ആടുന്നത് പറയുന്ന ആളൊക്കെ. നിന്റെ കഥ ഇനി എന്താ അറിയാനിരിക്കുന്നു? നിന്റെ വോയിസ് അടക്കം കേട്ട് 3 കോടിയുടെ കണക്കടക്കം. ഇനി എന്തോന്ന് കഥ അറിയാനിരിക്കുന്നു? എന്തെങ്കിലും പുതുതായിട്ട് വല്ലതും ഉണ്ടോ? പുതിയ വല്ലതും വരാനുണ്ടെങ്കിൽ ഉണ്ട്. പുതിയ കഥ വല്ലതും അറിയണം. പഴയതെല്ലാം അറിഞ്ഞു, നാട്ടുകാർ മൊത്തം അറിഞ്ഞു. കഥ അറിയാതെ ആടി നാനുണ്ടായത് വീണ്ടും ഒന്ന് ന്യായീകരിച്ച് മെഴുകാൻ. ഫിറോസ് നിന്നെ വാരിച്ച് പൊളന്ന് വിട്ട് ഇനി ബാക്കിയില്ല കഥം. എന്നിട്ട് വന്നിട്ട് ന്യായീകരിച്ച് മെഴുകണം. നമ്മുടെ PMA കാർ അടുത്ത കമന്റ് ഇട്ടിട്ടുണ്ട്, കാണാം. വണ്ടി RC ബുക്ക് പ്രകാരം ഇപ്പോഴും എൻ്റെ പേരിലാണല്ലോ ബായ്. പെട്രോൾ അടിക്കാൻ പണമുണ്ടെങ്കിൽ ആ ബാക്കി തുക കൂടി ഇങ്ങോട്ട് തന്നേക്ക് കേട്ടാ. BMW അത്യാവശ്യം കാശാവും പെട്രോൾ അടിക്കുക. അപ്പോൾ അതിൽ പെട്രോൾ അടിക്കാൻ കാശുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാനുള്ള കാശും കൂടി ബാക്കിക്കോട്ടെ. പൂക്കുട്ടിയുടെ BMW നന്നായി. എന്തായി നാറി? എന്തായാലും നാറി. അതെ, അടുത്ത BMW നല്ലതാ. പൂക്കുട്ടിയുടെ BMW. പക്ഷെ പൂക്കുട്ടിയുടെ എന്ന് വാങ്ങിച്ച കാശൊന്നും കൊടുത്തില്ലെന്നാണ്. കൊടുത്തെങ്കിൽ ആ പാവത്തിന് കിട്ടേണ്ടതല്ലേ, കിട്ടിയിട്ടില്ല. ആക്രാന്തം കാണിക്കല്ലേ ഇങ്ങനെ? ഇതെന്ത് പറ.
അയ്യോ ഭാഗ്യ വെച്ചണ്ണ ഏറി കയറും. ഓ ഫാൻസിന്റെ ശല്യം. അരതറി ശന്തരഘുവിൻ. ആ ആയിക്കോട്ടെ. ആ ശരി പിന്നെ കാണാം. ആ അപ്പം ശരി. ഇനിയുണ്ട് എന്തുവാടാ നീങ്ങണമില്ലല്ലോ കോപ്പ്. പറ. നല്ല മൈലേജ് ഉണ്ട്. ഡീസൽ അല്ലേടാ? ഓ നല്ല മൈലേജ് ഉണ്ട്. ഡീസൽ അല്ലോടാ? ആണോട്ടോ? അത് ആരെ വണ്ടിയാടാ? ആരെ പേരിലാ വണ്ടി ഇരിക്കുന്നേ? ഒന്ന് പറയാവോ? പറ്റുമോ? കമൻ്റ് ഇട്ട വ്യക്തിക്കുള്ള മറുപടി ഒന്ന് കൊടുക്ക് സജിന നീ. ഇഷ്ടം. കുറച്ചെങ്കിലും ഉളുപ്പാണ്. ഇപ്പം തന്നെ ആ വണ്ടി തിരിച്ചു കൊടുക്കും. അല്ല ഇങ്ങനെ കാശ് കൊടുക്കും. വണ്ടി തിരിച്ചു കൊടുക്കണ്ട. നീ ഓട്ടിച്ച് കണ്ടാക്കിയിട്ട് ഇനി അങ്ങേക്ക് തന്നെ ഉള്ളതാനാ വണ്ടി. അയ്യോ ആ വണ്ടി RC ബുക്ക് പ്രകാരം ഇപ്പോഴും എൻ്റെ പേരിലാണല്ലോ ബായി. പെട്രോൾ അടിക്കാൻ പണം ഉണ്ടെങ്കിൽ ആ ബാക്കി തുക കൂടി തന്നേക്ക്. പഴയ വണ്ടിയല്ലേ, മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പാടാ. അടിക്കുന്നത് പോലെ ഇരിക്കും മൈലേജ്. അത് വേറെയാണല്ലോ ബായി. അപ്പം ഇങ്ങനെയൊക്കെയാണ് നാട്ടുകാർ കമൻറ്റ് ചെയ്യുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ സജിന നൂറിൻ്റെ അടുത്ത്. ആ പാവപ്പെട്ടവൻ്റെ വണ്ടി അങ്ങ് തിരിച്ചു കൊടുത്തേക്ക് സജിന. എന്തിനാ നമുക്കല്ല നിനക്ക്, എനിക്കെന്തിന്. എന്തായാലും അദ്ദേഹം എന്നോട് കോൺടാക്ട് ചെയ്തിട്ട് വളരെ സങ്കടത്തോടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് കേട്ടപ്പോൾ വിഷമം തോന്നി. ഓക്കെ, ഒരാളെ മൂഞ്ചിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അമിതമായാൽ അമൃതം മൂഞ്ചും. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും ആ വണ്ടി തിരിച്ചു കൊടുക്കേണ്ട നീ. അത് നീ ഓടിച്ച് കുറേ കാലമായല്ലോ കേട്ടോ, ഓടിച്ച് നശിപ്പിച്ച് നാറാണത്താക്കി കാണും. കൊടുക്കാനുള്ള കാശ് ബാക്കി കൊടുത്തേക്ക്. ആ വ്യക്തിയെ നീ മാക്സിമം വെള്ളം കുടിപ്പിച്ച് ആ പാവത്തിന് കിട്ടാനുള്ള കാശെങ്കിലും കൊടുക്കും. കുറച്ച് മനസാക്ഷി, മനുഷ്യത്തെ എവിടെയെങ്കിലും കൂടി കുറച്ചെങ്കിലും ഇട്ട് കാണിക്കുക കേട്ടോ. ഒരാളേക്ക് മൂഞ്ചിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കാൻ വേണ്ടിയാ. ഇനി ഞാൻ പറഞ്ഞതെല്ലാം കള്ളമാണെങ്കിൽ സജിന തന്നെ എക്സ്പ്ലനേഷൻ വീഡിയോ കറക്റ്റായിട്ടൊന്ന് ഇടുക. എങ്കിൽ എൻ്റെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്കാണെന്ന് ഞാൻ എന്നെ തന്നെ സ്വയമേ വിലയിരുത്താം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.